ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. കുക്കർ വെച്ചു, കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു, ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ഇട്ട് അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് മസാലകളൊക്കെ ഇടാനുള്ളത്. അതിന് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മസാലയൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ പച്ച മണം മാറിയ ശേഷമാണ് ഞാൻ സവാള ഇടുന്നത്. സാധാരണ ആദ്യം സവാള ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ വേറൊരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി അത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള കുറച്ച് വഴഞ്ഞ ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറണം. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് തക്കാളി ഇടാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ചൊന്ന് വേവണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഗ്രീൻ മസാലകളിടാം. അതിനു വേണ്ടി മല്ലിയില, പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചിട്ട് വരാം. മിക്സിയിൽ ചതച്ച് വന്ന മല്ലിയില, പച്ചമുളക്, കരിവേപ്പില ഇതിൽ വേണമെങ്കിൽ നമുക്ക് പുതിനയിലയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിന്ന് മല്ലിയില മാത്രമാണ് ചേർത്തത്. ഈ മല്ലിയിലയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് തൈരാണ്. അതും കൂടി ചേർത്ത് ഞാൻ നല്ല സോഫ്റ്റ് ആവും തൈര് ചേർത്താൽ, അല്ലെങ്കിൽ ചിക്കൻ ഹാർഡായി പോവും. കുറച്ച് തൈരോ ലെമൺ ജ്യൂസോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തത് തൈരാണ്. അങ്ങനെ തൈരും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇനി ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് ഗരം മസാലയും ഉപ്പും ഇട്ട് നമുക്ക് അത് മൂടി വെച്ച് വേവിക്കണം. 1 ടീസ്പൂണാണ് ഗരം മസാല ഇടുന്നത്. ഗരം മസാല ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലിടേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2 വിസിൽ കഴിയുന്നവരെ വയ്ക്കാം. 2 വിസിൽ വന്നു. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയെല്ലാം പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ കറി. കുക്കർ ഓപ്പൺ ചെയ്ത ശേഷം ഒന്നും കൂടി പുറത്ത് കുറച്ച് വറ്റിച്ചെടുത്താൽ നന്നായിരിക്കും. അത് നമുക്ക് കുറച്ച് മല്ലിയില, കരിവേപ്പില ഒക്കെ ഇട്ട ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല ചിക്കൻ കറിയുടെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ലാസ്റ്റ് ചിക്കൻ കറിക്ക് നല്ലൊരു സ്മെല്ലും നല്ല രുചിയും കിട്ടാൻ വേണ്ടി കുറച്ച് ഗരം മസാല ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. 5-10 മിനിറ്റിനുള്ളിൽ ചിക്കൻ കറി റെഡിയാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ചിക്കൻ കറിക്ക് അധികം സമയം വേണ്ട. വെന്തോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. കുക്കറിലായത് കാരണം ആർക്കും ഇത് ഉണ്ടാക്കാം. അങ്ങനെ ഓയിൽ അധികമൊന്നും ഇല്ലാത്ത ഒരു ചിക്കൻ കറി റെഡിയായി കൊതിപ്പിക്കാൻ രുചിയിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അലങ്കരിക്കാൻ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. ഇതുവരെ മിനീസ് അടുക്കള സബ് ചെയ്തില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.